പൊന്നാനി കണ്ടുകുറുമ്പക്കാവ് ശബരിമല ഇടത്താവളം സമാപനവും മാനവ സൗഹൃദ സമ്മേളനവും ബുധനാഴ്ച നടക്കും. നിരവധി പ്രമുഖർ സമാപന സംഗമത്തിൽ പങ്കെടുക്കും. MP ഗംഗാധരൻ ഫൗണ്ടേഷൻ, അഖില ഭാരത അയ്യപ്പ സേവാ സംഘവും പൊന്നാനി കണ്ടൂറുമ്പക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നവംബർ 17 മുതൽ നടത്തിവരുന്ന അയ്യപ്പ ഭക്ത ഇടത്താവളത്തിന്റെ സമാപനം മകരവിളക്ക് ദിനമായ ജനുവരി 14 ബുധനാഴ്ച നടക്കും. കഴിഞ്ഞ വർഷം പൊന്നാനി പള്ളപ്രം പുന്നക്കൽ ക്ഷേത്ര പരിസരത്ത് നടത്തിയ ശബരിമല ഇടത്താവളത്തിന്റെ തുടർച്ചയായാണ് ഈ വർഷവും ഇടത്താവളം ഒരുക്കിയത്. അയ്യപ്പ ഭക്തന്മാർക്ക് ഉച്ചഭക്ഷണം, ശുചിമുറികൾ, പുതിയ ടോയ്ലറ്റുകൾ, കുളത്തിൽ ഇറങ്ങി കുളിക്കുന്നതിന് സാധിക്കാത്തവർക്ക് ഷവർ ബാത്ത് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു. MP ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ KP നൌഷാദ് അലിയുടെ നേതൃത്വത്തിലാണ് ശബരിമല ഭക്തർക്കായി ഇടത്താവളം സജ്ജീകരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സോപാന സംഗീതത്തോടെ പരിപാടികൾ ആരംഭിക്കും. മാനവ സംഗമം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. MP ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ KP നൌഷാദ് അലി അധ്യക്ഷത വഹിക്കും. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, ബിഷപ്പ് ഗീവർഗീസ് മാഷ് റിലോസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ഗുരുസ്വാമിമാർക്ക് ആദരം നൽകും. ഡോക്ടർ MN കാരശ്ശേരി, VT ബൽറാം, പ്രൊഫസർ MM നാരായണൻ, ഹുസൈൻ മടവൂർ, അജിത് കോളാടി, സന്ദീപ് വാര്യർ, അഷറഫ് കോക്കൂർ, P സുരേന്ദ്രൻ, ശങ്കു T ദാസ്, രാഹുൽ ഈശ്വർ, നഗരസഭാ ചെയർപേഴ്സൺ CV സുധ തുടങ്ങിയവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ K രാജീവ്, C മുരളീധരൻ, M രാമനാഥൻ, P സദാനന്ദൻ, P രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പൊന്നാനി കണ്ടൂറുമ്പക്കാവും പരിസരവും അതിന് അനുയോജ്യമായി കണ്ടെത്തിയതിൻ്റെ സാഹചര്യത്തിലാണ് ക്ഷേത്ര മൂലാളരുമായിട്ടും ഓഡിറ്റോറിയത്തിൻ്റെ ഭാരവാഹികളുമായിട്ടുമൊക്കെ ചർച്ച ചെയ്ത് ക്ഷേത്ര പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തി ഇടത്താവളം സജ്ജമാക്കിയത്. ഇതിനായിട്ട് അമ്പലത്തിൽ നിലവിലുണ്ടായിരുന്ന ശുചിമുറികളെ കൂടാതെ പുതിയ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. കൂടാതെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഷവർ ബാത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കുറ്റിപ്പുറം മുതലും ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം മുതലും പൊന്നാനിയിലേക്ക് നീളുന്ന പാതയുടെ ഓരങ്ങളിലൊക്കെ ദിശാബോർഡുകളും വലിയ അറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഭഗവതി കല്യാണ മണ്ഡപത്തിലെ 2 നിലയിലെ ഹാളുകളും അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കാനും വിശ്രമത്തിനുമായി സൗകര്യം ഏർപ്പെടുത്തി. രാവിലെ 7 മുതൽ പ്രഭാത ഭക്ഷണവും, ഒരു 9 മണി മുതൽ ഉച്ചയ്ക്ക് 4 മണി വരെ ഉച്ചഭക്ഷണവും, രാത്രി 7 മുതൽ അത്താഴവും ഈ കാലയളവിൽ നമ്മൾ നൽകി. 3/4 ലക്ഷത്തോളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി വ്യക്തികൾ, സംഘടനകൾ താവളം സന്ദർശിക്കുകയും സൗഹൃദ സന്ദർശനം നടത്തുകയും താവളത്തിലേക്ക് ആവശ്യമായ കാഴ്ചദ്രവ്യങ്ങൾ നൽകുകയും ചെയ്തു. പൊന്നാനിയിലെ മതസൗഹാർദ്ദം, സാംസ്കാരിക പെരുമ, സാമൂഹ്യ മനസ്സ് ഇവയെല്ലാം തന്നെ താവളത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന ഘടകങ്ങളായിട്ടുണ്ട്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.